വാരത്തടക്കം 4 പുതിയ ബ്രൂവറികളും ഡിസ്റ്ററികളും ആരംഭിക്കാൻ തീരുമാനമെടുത്തു. വെള്ളക്കടലാസിൽ അപേക്ഷ വാങ്ങി മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്ത് തീരുമാനമെടുത്തതിനെതിരെ ശക്തമായി പ്രതിപക്ഷം രംഗത്ത് വന്നപ്പോഴാണ് അവസാനം മുഖ്യമന്ത്രിക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇത്തവണ 2022 ഈ അപേക്ഷ റിജക്റ്റ് ചെയ്തത് തന്നെ മദ്യനയത്തിൽ മാറ്റം വരുത്തി കൊടുക്കാനായിരുന്നു. എൻ്റെ ചോദ്യം, എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടാണോ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ നയത്തിൽ മാറ്റം വരുത്തിയത്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയത്തിൽ മാറ്റം വരുത്തി. 2022 റിജക്റ്റ് ചെയ്ത കമ്പനിയുമായി മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മന്ത്രി വ്യക്തമാക്കണം. ആ സംസാരത്തിൻ്റെ വെളിച്ചത്തിലല്ലേ പുതിയതായി മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്. മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം അത് നിയമപരമായി ചെയ്യാനാണ് ക്യാബിനറ്റിൽ കൊണ്ടുപോയത്. 2018 ഒരു നിയമവും പാലിക്കാതെ ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത നടപടി ഓർത്തുകൊണ്ടാണ് ഇത്തവണ നിയമപരമായി ചെയ്യാൻ മുന്നോട്ട് വന്നത്.